ഇത്തരത്തിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതി ജയിൽ ചാടുക, കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ ഒരു സ്ഥലത്ത് നിന്ന് ചാടുക, വലിയ ബന്ദോബസ്തിലാണ് പ്രതികളെയൊക്കെ സൂക്ഷിക്കുക സാധാരണ. പ്രത്യേകിച്ചും ക്രൂരന്മാരായ പ്രതികൾ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയണം. ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഒരാളെ ഇത്ര ലാഘവത്തിലാണോ സൂക്ഷിക്കുക? ഇനി എന്ത് കാരണം പറഞ്ഞാലും അത് ജയിലധികൃതർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. വലിയ സുരക്ഷ എല്ലാ ജയിലുകളിലും എന്നതുപോലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലും ഉള്ളതാണ്. വിവിധ സ്ഥലങ്ങളിൽ പാറാവുകാരെ അടക്കം നിർത്തി CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം. കാരണം അത്രത്തോളം ബന്ദോബസ്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി എന്ന പ്രതി രക്ഷപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? ഈ ആള് സ്ഥലത്തില്ല, ജയിൽ ചാടിയിരിക്കുന്നു എന്നത് ആരാണ് ആദ്യം അറിയുന്നത്? നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് രാവിലെ സെൽ പരിശോധിച്ചപ്പോൾ ഗോവിന്ദചാമിയെ സെല്ലിൽ കണ്ടിട്ടില്ല എന്നതാണ്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പലപ്പോഴായി പലരും ജയിൽ ചാടിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ജയിൽ ചാടുന്നവർ ഈ പറയുന്ന ജീവപര്യന്തം അല്ലെങ്കിൽ ഗുരുതര തടവ് ശിക്ഷ വിധിച്ചവരല്ല. ഈ ചെറിയ തെറ്റുകൾ ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ അവർക്ക് പുറത്ത് ജോലികൾ നൽകാറുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഈ പത്രം ജയിലിലേക്ക് എടുത്തുകൊണ്ട് വരാൻ റോഡിലേക്ക് ഇറങ്ങിയ അത് അദ്ദേഹത്തിന്റെ ചുമതല നൽകിയതാണ്. അങ്ങനെ ഇറങ്ങിയാൽ പിന്നെ തന്ത്രശാലിയായി മറ്റൊരു ബൈക്കിലെത്തിയ ഒരാളുടെ പിന്നിൽ കയറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് അയാളെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടുകയും ചെയ്തു. പക്ഷെ അതൊക്കെ വളരെ ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തി ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളല്ല. അല്ലാത്ത ആളുകൾക്കാണ് അത്തരം ജോലികൾ നൽകുന്നത്. അത്തരം ജോലികൾ നൽകുന്നവരാണ് ഈ ജയിലിന് പുറത്തേക്ക് ചാടുന്നത്. ഇത് അതീവ സുരക്ഷാ ജയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെല്ലിൽ കഴിയുന്ന ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടി എന്നത് വളരെ വലിയ ഗുരുതരമായ ഒന്നാണ്. അത് അങ്ങനെ അത്ര എളുപ്പം സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിവരങ്ങളുമായി ചേരുന്നു. ഈ ഘട്ടത്തിൽ ഒരു വലിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അനന്തൻ, ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുന്നു. 2011 ഫെബ്രുവരി 1 ട്രെയിൻ യാത്രക്കിടെ സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും വലിച്ചു പുറത്തേക്കിറക്കുകയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തത്. അത് 1 സംഭവമെങ്കിലും 6-ാം തീയതിയാണ് സൗമ്യ മരണത്തിന് കീഴടങ്ങുന്നത്. വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവെയാണ് ഇന്നിതാ മനസ്സിലാവുന്നത് ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്നത്. പറയൂ അനന്തൻ. മോത്തി, കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ള വാർത്ത. ഈ വാർത്ത തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലും ഒപ്പം തന്നെ ജയിൽ ആസ്ഥാനത്തും എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടികൾക്ക് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ കണ്ണൂരിലെ പോലീസാണ് ഗോവിന്ദചാമിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും പോലീസിനെയും ജയിൽ അധികൃതരെയും സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി എങ്ങനെ പുറത്തു ചാടി എന്നുള്ളത് വലിയ അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യം തന്നെയാണ്. 2011 ഫെബ്രുവരി 1 കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് അരും കൊലപാതകവും മാനഭംഗവും നടന്നത്. അന്ന് ട്രെയിൻ യാത്രയ്ക്കിടെ ഗോവിന്ദചാമി സൗമ്യ എന്ന പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 6 സൗമ്യയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നീട് കേരളം കണ്ടത് ഒറ്റക്കയ്യനായ ഒരു ക്രൂരനായ കൊലയാളിയുടെ മുഖമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ നിയമ പോരാട്ടങ്ങളാണ് നടന്നത്. ഗോവിന്ദചാമിയെ അറസ്റ്റ് ചെയ്തു. പോലീസ് ബലാത്സംഗം, കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയത്. അതിനുശേഷം പിന്നീട് ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടു. പിന്നീട് ഗോവിന്ദചാമിയുടെ അഭിഭാഷകർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി. ഒടുവിൽ സുപ്രീം കോടതി ഈ കൊലപാതക കുറ്റം കണ്ടെത്താൻ നിലനിൽക്കില്ല എന്ന് കണ്ടെത്തുകയും വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തു. അതേസമയം ക്രൂരമായ ബലാത്സംഗം നിലനിൽക്കും എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് ഗോവിന്ദചാമിക്ക് അഭിഭാഷകരെ തനിക്ക് വേണ്ടി നിയോഗിച്ച കാര്യത്തിലും വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഗോവിന്ദചാമി എന്ന തമിഴ്നാട്ടുകാരനായ ഈ ക്രൂരനായ കുറ്റവാളി എങ്ങനെയാണ് അത്തരത്തിലൊരു അഭിഭാഷകരെയൊക്കെ തന്റെ കേസ് വാദിക്കാനായി വയ്ക്കുക എന്ന കാര്യത്തിലും വലിയ ചർച്ചയുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ചർച്ചയ്ക്ക് വന്നിരുന്നു ആ ഘട്ടത്തിൽ.
വലിയ ഈ ഗോവിന്ദസ്വാമി പിടിയിലായപ്പോൾ മുതൽ തന്നെ ഗോവിന്ദസ്വാമിക്ക് പിന്നിൽ ഇയാൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് കണ്ടത് ഇയാൾക്ക് വേണ്ടി അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ കോടതിയിൽ എത്തുന്നതും ഇയാൾക്ക് ഏതറ്റം വരെയും നിയമപരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിഭാഗത്തെയുമാണ്. അപ്പോൾ ഗോവിന്ദസ്വാമി ചില്ലറക്കാരനല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ടായി. അതിനുശേഷമാണ് ഇയാൾക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം കോടതിയിൽ ഉണ്ടാക്കുന്നു. അതിന്റെ പിന്നിലൊക്കെ ചില സ്വാധീനത്തിന്റെ ഫലം ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. അങ്ങനെ അടിമുടി ഒരു ദുരൂഹതയും ഒളിച്ചുകളികളും ഒക്കെ ഇതിന്റെ അന്വേഷണവും കോടതി നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ കേരളം ആശ്വാസത്തോടെ ആ കുട്ടിക്ക് നീതി കിട്ടി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിയത്. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടപ്പോൾ അത് ജീവപര്യന്തം മാത്രമാക്കി മാറ്റിയപ്പോൾ ആ വിധി ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കോടതി നിരീക്ഷിച്ചത് ഈ പ്രതി ജീവിച്ചിരിക്കുന്നത് സ്ത്രീ സമൂഹത്തിന് തന്നെ ഭീഷണിയായതുകൊണ്ട് വധശിക്ഷ വിധിക്കുന്നു എന്നായിരുന്നു കോടതിയുടെ തീരുമാനം. അതിനെയാണ് പിന്നീട് സുപ്രീം കോടതിയിൽ പോയി അഭിഭാഷകനെ ഉപയോഗിച്ച് മറികടന്ന് വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കിയത്. തീർച്ചയായിട്ടും അന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് കോർട്ട് ഈസ് കൺവിൻസ്ഡ് ദാറ്റ് സൗമ്യ വാസ് റേപ്ഡ്. The court also understands that she died due to head injury. However, it should be clarified whether Soumya was pushed from the train or whether she herself jumped from the train. The Supreme Court said. ഈ കോടതി ഉത്തരവിൽ തന്നെ ഒരു കോടതി രാഷ്ട്രീയക്കുഴപ്പമാണ് വ്യക്തമാക്കുന്നത്. അന്വേഷണത്തിൽ ഉണ്ടായ ചെറിയ ചെറിയ നോട്ടപ്പിശകുകളാണ് ഈ ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് സുപ്രീം കോടതി എത്തിച്ചത്. അതായത് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ആ പെൺകുട്ടി ഈ ട്രെയിനിൽ നിന്ന് സ്വയം ചാടിയതാണോ അതോ എടുത്തു ചാടിയ അവരെ ബലം പ്രയോഗിച്ച് തെള്ളിയിട്ടതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. ആ ആശയക്കുഴപ്പത്തിന്റെ പിൻബലത്തിലാണ് ഈ ക്രൂരനായ കൊലയാളിയുടെ അല്ലെങ്കിൽ ക്രൂരനായ ഈ പീഡനം നടത്തിയ വ്യക്തിയുടെ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടത്. അത് എത്രത്തോളം ഞെട്ടലോടെയാണോ കേരളം കേട്ടത് അതിനേക്കാളേറെ ഞെട്ടലോടെയാണ് ഇപ്പോൾ ഈ രാവിലെ കണ്ണൂരിൽ നിന്ന് ആ വാർത്ത പുറത്തുവരുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഗോവിന്ദസ്വാമിയുടെ ചിത്രമാണ് ഏറ്റവും പുതിയതായി എടുത്തിട്ടുള്ള ഒരു ചിത്രം. അത് ജയിൽ അധികൃതർ പുറത്തുവിടുന്നതാണ്. തൊട്ടടുത്ത് കാണുന്ന നമ്പറിൽ ഇത്തരത്തിലൊരാളെ കണ്ടാൽ വിളിക്കാം. 9448999506 ഈ നമ്പറിലേക്ക് ഇതിനോട് സാദൃശ്യമുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നുവെങ്കിൽ വിളിച്ചറിയിക്കാവുന്നതാണ്. പറയൂ അനന്ത്. ഒരുപക്ഷെ കേരളം ആദ്യം കണ്ട ഗോവിന്ദസ്വാമി അല്ല ഇപ്പോൾ കാണുന്നത്. ഇപ്പൊ മാതൃഭൂമി ന്യൂസിൽ കാണുന്നതാണ് ഗോവിന്ദസ്വാമിയുടെ ഏറ്റവും പുതിയ ചിത്രം. ഈ ചിത്രത്തിൽ സമാനമായ രീതിയിൽ ആരെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കൺട്രോൾ റൂമിലോ അറിയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയ വീഴ്ച ജയിലധികൃതരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നു. സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് ഈ പ്രതി ചാടിപ്പോയിരിക്കുന്നത്. അതിൽ ഇയാളെ കണ്ടെത്തിയാൽ ഉടൻ വിളിക്കേണ്ട നമ്പറും നൽകിയിട്ടുണ്ട്. ആ നമ്പർ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പരമാവധി പ്രചരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഏതായാലും ഗുരുതരമായ വീഴ്ച ജയിലധികൃതരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ഏറ്റവും അപകടകാരിയായ ഒരു കുറ്റവാളിയാണ് ഇപ്പോൾ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ചാടിപ്പോയിരിക്കുന്നത്.